ഏതായാലും അഭിഷേക് ബാനർജി വേണ്ട മുൻകരുതലെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് തലയ്ക്ക് കാര്യമായി പരിക്ക് പറ്റിയില്ല. ഇദ്ദേഹം വന്നപ്പോൾ നല്ലവരായ നാട്ടുകാർ, അത് ബി ജെ പിക്കാരാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ സമീപകാലത്ത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കാലുമാറിയ ആളാണെന്ന് പറയുന്നുണ്ട്. രണ്ടായാലും അദ്ദേഹത്തിൻ്റെ സ്വീകരണം വളരെ വശ്യവും നയനാനന്ദകരവുമായിരുന്നു. ഈ ജനങ്ങൾ അദ്ദേഹത്തെ ചീമുട്ട എറിഞ്ഞ് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ മഞ്ഞ നിറമായി, കാരണം ഇയറിൻ്റെ ശക്തി കൊണ്ടാണ്. ചീമുട്ടയുള്ള സത്യത്തിൽ നല്ല മുട്ടയാണ്, അവർക്ക് അത് വെച്ച് ഓംലെറ്റ് ഉണ്ടായി കഴിച്ചാൽ മതിയായിരുന്നു. ഇയാൾ എറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഏതായാലും മുട്ട കൊണ്ട് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ഒരു സ്റ്റേജിൽ ഈ സുരക്ഷാ ഭടന്മാരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കുരിച്ച് നിർത്തി ഇടിക്കുന്നത് കാണാൻ സാധിച്ചു. പുള്ളിയുടെ ഷർട്ടും കീറിയിട്ടുണ്ട്, പുതിയ ഷർട്ടാണ്, പക്ഷേ അത് വലിച്ച് കീറി. അപ്പോൾ ഇങ്ങനൊരു ആൾക്കൂട്ട ആക്രമണം ശ്രീമാൻ അഭിഷേക് ബാനർജിക്ക് നേരിടേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്ത്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻറ്റ്, നമ്മുടെ അന്നത്തെ ദേശീയ പ്രസിഡൻറ്റ് ജെ പി നഡ്ഡ കാൽക്കട്ടയിൽ വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഏതാണ്ട് ഇതുപോലത്തെ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പൂച്ചെണ്ട് കൊടുത്തല്ല, സ്വീകരിച്ച് ഇതുപോലെ മുട്ട എറിഞ്ഞിട്ട് പറ്റുമൊക്കെയാണ്.